എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സൈലൻറ്റ് വാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അട്ടപ്പാടി, കിഴക്കൻ അട്ടപ്പാടി, നമ്മുടെ ഗൈഡായ ശ്രീ ഷൺമുഖത്തിൻ്റെ നേതൃത്വത്തിൽ കിഴക്കൻ അട്ടപ്പാടി സന്ദർശിക്കാൻ ഇടയായ കാര്യവും അന്നത്തെ ആ അട്ടപ്പാടിയിലെ അവസ്ഥ, ആ കള്ളിമുൾച്ചെടി വളർന്നു വരുന്ന ഒരു മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ ദുരന്ത കാഴ്ചയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് പക്ഷേ ആ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. കാരണം ഇന്ന് അട്ടപ്പാടിയെ പച്ച പതപ്പിച്ചിരിക്കുകയാണ്. ആ പച്ച പതപ്പിച്ചതിന് പിന്നിൽ ഒരുപാട് പേരുടെ സമരങ്ങളും സേവന സന്നദ്ധതയും പ്രക്ഷോഭങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ജനകീയ കൂട്ടായ്മകളും ചേർന്ന് വന്ന ബഹുജന സമരങ്ങളും അതിൻ്റെയൊക്കെ ഫലമായിട്ട് 1996 അഹാർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നിലവിൽ വരികയുണ്ടായി. അന്ന് AK ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 2000-ലാണ്. ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അട്ടപ്പാടി പരിസ്ഥിതി സന്തുലനം നിലനിർത്തുക എന്നുള്ളതായിരുന്നു, സംരക്ഷണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അജണ്ട. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ തരിശായി കിടക്കുന്ന 11,000 ഹെക്ടറോളം തരിശായി കിടക്കുന്ന തരിശ് ഭൂമിയിൽ വനവൽക്കരണവും അതുപോലെ തന്നെ അവിടെ നീർച്ചാലുകൾ, മൺമറഞ്ഞു പോയ നീർച്ചാലുകൾ കണ്ടെത്തി പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാന അജണ്ട. അതിൻ്റെ ഫലമായിട്ട് അതിന് ഫലങ്ങളും കണ്ടു തുടങ്ങി. പല നീർച്ചോലകളും, അതുപോലെ തന്നെ അവിടെ കർഷകർ പിന്നീട് തെങ്ങ്, കവുങ്ങ്, വാഴ തോട്ടങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പണ്ടെങ്ങോ മറഞ്ഞു പോയ ഒരു പുഴ വേനൽക്കാലത്ത് അവിടെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അത് പതുക്കെ പച്ച പിടിച്ച് ഇന്ന് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് അട്ടപ്പാടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അട്ടപ്പാടി ഒരു മരുഭൂമിയായി മാറിയെങ്കിൽ ഇന്നത് ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു വെള്ളത്തിനും വായുവിനും വേണ്ടി സമരം നടത്തിയ ഒരു ജനതയുടെ ഒരു വിജയമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. ഇന്ന് അട്ടപ്പാടി ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി പറയണം. പല തമിഴ് മലയാളം സിനിമകളുടെയും ലൊക്കേഷൻ എന്ന് പറയുന്നത്, പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. ഈ അടുത്ത കാലത്താണ് ജയിലർ 2, രജനീകാന്തിൻ്റെ ജയിലർ 2 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ പൂർത്തിയായത്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചത് അട്ടപ്പാടിയിലാണ്. അതിലെ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത് അട്ടപ്പാടിക്കാരിയായ നഞ്ചിയമ്മയാണ്. അതിന് അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെയെല്ലാമുള്ള അട്ടപ്പാടി ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അവിടെ പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറയുന്നത് ഇപ്പം ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അട്ടപ്പാടിയെ അട്ടപ്പാടിക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാമാണ് അട്ടപ്പാടിക്ക് വന്ന മാറ്റങ്ങൾ. അപ്പം ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമാപന ദിവസമാണ് അടുത്ത ദിവസം. സമാപന ദിവസം രാവിലെ 6:45 ഗൈഡായ ശ്രീ ഷൺമുഖം വന്ന് ഞങ്ങളെ മെഡിറ്റേഷന് കൂട്ടിക്കൊണ്ടുപോയി. മലയുടെ മുകളിൽ ഒരു ശാസ്താക്ഷേത്രം ഉണ്ടായിരുന്നു, ശ്രീധർമ്മശാസ്താക്ഷേത്രം. അതിൻ്റെ ശാസ്താക്ഷേത്രം വളരെ ഉയരത്തിലാണ്. താഴ്ഭാഗത്തിരുന്ന് ഞങ്ങൾ മെഡിറ്റേഷൻ നടത്തി. പലതരം കിളികളുടെ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനം. അതിനുശേഷം അയ്യപ്പ ക്ഷേത്രത്തിൽ പലരും ദർശനമൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ പുട്ട്, പയറ്, പപ്പടം, അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെയായാലും മിതമായ ഭക്ഷണം, പ്രകൃതിദത്തമായ ഭക്ഷണമാണെങ്കിൽ നല്ല വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു അന്ന് അവിടെ ലഭിച്ചിരുന്നെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 9 മണിയോടെ വീണ്ടും ട്രക്കിംഗ് ആരംഭിച്ചു. ഇത്തവണ പോയത് പുഴയോര ട്രക്കിങ്ങാണ്, പുഴയോര വന ട്രക്കിംഗ്, പുഴയോരത്തിൽ ചേർന്ന് ഉള്ള വനത്തിലൂടെയുള്ള യാത്ര. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ പുഴയോരത്തെ വനത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് രാജവെമ്പാല, നീർനായ്ക്കൾ, ഇതിൻ്റെ എല്ലാം വിഹാര കേന്ദ്രമാണ്. അപ്പോൾ പല സ്ഥലത്തും ഞങ്ങളുടെ ഒരു പാദചലനങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് പലതും ഒഴിഞ്ഞു മാറുന്ന ശബ്ദങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. 2 പേരെ ചില വലിയ പാമ്പുകൾ, രാജവെമ്പാല കണ്ടതായിട്ടും പറയുന്നുണ്ട്. നീർനായ്ക്കളെ കണ്ടു. അങ്ങനെയുള്ള കാഴ്ചകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുഴയോര വനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഴയോരത്തോട് ചേർന്ന് ചാഞ്ഞ് നിൽക്കുന്ന കുറേ വലിയ മരങ്ങളുണ്ട്. ഈ മരങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന രാസവസ്തുക്കൾ, മാലിന്യങ്ങൾ, വിഷാംശങ്ങൾ ഇതെല്ലാം ഇത് ആഗിരണം ചെയ്യും.
ആഗ്രഹം ചെയ്തിട്ട് പുഴയെ എപ്പോഴും നല്ല സ്ഫടിക സമാനമായി നിർത്തുന്നത് ഈ വൃക്ഷങ്ങളാണ്. അതാണ് ആ വൃക്ഷങ്ങൾ ചെയ്യുന്ന ഗുണമെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഗൈഡ് നമുക്ക് വിശദീകരിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു പോയപ്പോൾ ആ ഭവാനിപ്പുഴ പാറക്കെട്ടുകളിൽ തലതല്ലി വരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതായത് ചിന്നിച്ചെതറി വരുന്ന സ്ഥലം. അവിടെ പല തട്ടുതട്ടായിട്ട് ഇങ്ങനെ പുഴ ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും ചേർന്ന് ഒരു കുളിയൊക്കെ നടത്തി. വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തൊരു ഭാഗം കൂടിയായിരുന്നു, ട്രിപ്പിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഓഫീസിലെത്തി, ഡോർമെട്രിയിലെത്തി. അതുപോലെ ഡൈനിങ് ഹാളിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ ഗൈഡായ ശ്രീ ഷൺമുഖത്തിന് ഞങ്ങളൊരു ഉപഹാരം നൽകി. അദ്ദേഹം ഒരു 25 വർഷം കാലമായിട്ട് ഗൈഡായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഡെയിലി വേജസുകാരനാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളൊരു ഉപഹാരം അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ നൽകി. അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സൈലൻറ്റ് വാലിയോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. തിരികെ ക്ലബിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് ഞങ്ങളുടെ സൈലൻറ്റ് വാലി ട്രിപ്പിൻ്റെ യാത്രാനുഭവം. ഇത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.